ഹായ് ഫ്രണ്ട്സ്, നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ന് ഷീറ്റ് ബ്ലൈറ്റ് എന്ന് പറയുന്ന രോഗത്തിന് കൊടുക്കാൻ കഴിയുന്ന നല്ലൊരു ഫംഗിസൈഡാണ്. എന്താണ് ഷീറ്റ് ബ്ലൈറ്റ് എന്ന് കൂടെ നമുക്ക് നോക്കാം. നമുക്കിങ്ങനെ തട്ടയിൽ ഒരു ചെറിയ പുള്ളി പോലെ വന്നിട്ട് അവിടുന്ന് കളർ ചേഞ്ച് വന്ന് അവിടെ ഒരു ഡാമേജ് ആയി ചെടി ഒടിഞ്ഞു പോകുന്നൊരു പ്രതിഭാസമാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല അണ്ടർ കൺട്രോളിലാണ് നിൽക്കുന്നത്. ഏകദേശം അതിൻ്റെ സിംറ്റംസ് എന്താണ് നമ്മൾ കാണിക്കാം. ഇതുപോലെ ഒരു വന്നിട്ട് അവിടെ തട്ടി ഒടിഞ്ഞു പോകുന്നതാണ്. ഇത് നല്ല കൺട്രോളിലാണ്. നമുക്കിപ്പോൾ നമ്മൾ സ്പ്രേ കൊടുത്തതിന് ശേഷം അകത്തോട്ട് നോക്കി കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ വന്ന് അകത്തോട്ട് ഡാമേജ് ആകുന്നതിന് ഷീറ്റ് ബ്ലൈറ്റ് എന്ന് പറയുന്നത്. ഹായ് ഫ്രണ്ട്സ്, അഗ്രോബീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡോട്ട് ഏവർക്കും സ്വാഗതം. ഇത് നമ്മൾ ഒരു പുതിയ പ്രോഡക്റ്റാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. സാധാരണ ഇതിൽ നമ്മുടെ വീഡിയോകളിൽ ഇങ്ങനെ പുതിയ പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്തു നോക്കിയ പ്രോഡക്റ്റുകളുടെ റിസൾട്ടാണ്. നമുക്ക് ഇന്നൊരു പുതിയ പ്രോഡക്റ്റ് അത് നമ്മൾ ചെയ്ത് നോക്കിയിട്ട് അത്യാവശ്യം നല്ലൊരു റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിനാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് കോറമൻഡൽ എന്ന് പറയുന്ന ബ്രാൻഡ്. നമുക്ക് പറയാം കോറമൻഡൽ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കോറമൻഡൽ ഇന്റർനാഷണൽ എന്ന പേരിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. അവരുടെ ഒരു പുതിയ ഫംഗിസൈഡാണ് വന്നിരിക്കുന്നത്. അവരുടെ ഈ ലേറ്റസ്റ്റ് ആയിട്ട് കുറച്ച് പ്രോഡക്റ്റുകളൊക്കെ വന്നിരുന്നു. നമുക്കറിയാം, നമ്മൾ പ്രജൻഡർ എന്ന് പറയുന്ന ഇൻസെക്ടിസൈഡ് പരിചയപ്പെടുത്തിയിരുന്നു. അത് അത്യാവശ്യം നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. നമുക്ക് തണ്ടുവരപ്പ നല്ല അസാധ്യ കൺട്രോളുള്ള ഒരു കോമ്പിനേഷനാണ് പ്രജൻഡർ എന്ന് പറഞ്ഞാൽ. അതിനുശേഷം വന്നിരിക്കുന്ന ഒരു കോമ്പിനേഷനാണ് കെവിഗോ എന്ന് പറഞ്ഞിട്ട്. ഈ കെവിഗോ നമുക്ക് കുറച്ച് റെയർ ആയിട്ടുള്ള കോമ്പിനേഷനാണ്. നമുക്ക് വേറെ കമ്പനികൾക്കൊന്നും ഇല്ലാത്തൊരു കോമ്പിനേഷൻ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതിനകത്ത് വന്നിരിക്കുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് സൈപ്രോകോണസോൾ എന്ന് പറയുന്ന ഫംഗിസൈഡാണ്. നമുക്ക് ടെബുക്കോണസോൾ, പ്രോപ്പിക്കോണസോളൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ട്. അതിനേക്കാളും കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സൈപ്രോകോണസോൾ 12.5%. അതിൻ്റെ കൂടെ കോമ്പിനേഷൻ ആയിട്ട് വന്നിരിക്കുന്നത് ടെബുക്കോണസോൾ 12.5%. രണ്ടും സെയിം പെർസെൻറ്റേജിൽ SC ഫോർമുലേഷനിലാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം, രണ്ടും സിസ്റ്റമിക് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഷീറ്റ് ബ്ലൈറ്റ് എന്ന് പറയുന്ന സംഭവത്തിന് ലേബൽ ക്ലെയിം ഉള്ള പ്രോഡക്റ്റാണ്. നമുക്കറിയാം, നവംബർ ഡിസംബർ മാസം ആയിരിക്കുമ്പോഴത്തേക്ക് ഒരു മഞ്ഞ് പെയ്യുന്ന സമയമൊക്കെ നമ്മുടെ തോട്ടങ്ങളിലെ ഇളഞ്ചിമ്പുകളൊക്കെ ഒന്ന് പൊട്ടി ഇങ്ങനെ ഒരു പള്ള വീർത്ത് വന്നിട്ട് തട്ട ഇങ്ങനെ വിരിഞ്ഞ് പൊളിഞ്ഞു പോകുന്ന സംഭവങ്ങൾ ഈ ഒരു 2-3 വർഷമായിട്ട് ഭയങ്കര സിവിയർ ആയിട്ട് കണ്ടുവരുന്നുണ്ട്. ശരിക്കും ഫിസേറിയത്തിൻ്റെ കുറച്ച് തീവ്രമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. നമ്മളതിന് പോമാന്നൊക്കെ പേരിട്ട് വിളിക്കുമെങ്കിലും ശരിക്കും ഫിസേറിയത്തിൻ്റെ ഒരു അറ്റാക്ക് തന്നെയാണ്. അതിൻ്റെ കൂടെ നമുക്ക് ഒരു ബാക്ടീരിയൽ പ്രോബ്ലങ്ങൾ വരുമ്പോൾ നമുക്ക് ആ പ്രശ്നം കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അതേപോലെ തന്നെ ആ സമയങ്ങളിൽ പൊതുശരങ്ങളിൽ പോള പൊളിഞ്ഞു വരാത്തൊരു പ്രതിഭാസം നമ്മൾ കണ്ടു. പോളെല്ലാം ഇങ്ങനെ ഒട്ടിയിട്ട് പൂവെല്ലാം അകത്തിരുന്ന് കരിഞ്ഞ് ശരമെല്ലാം ഒരു മുരഞ്ഞ അവസ്ഥയിൽ കാണുന്നത്. ആ ഒരു പ്രശ്നത്തിനും നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന ഒരു കോമ്പിനേഷനാണ് ഈ കെവിഗോ എന്ന് പറയുന്നത്. ശരിക്കും നമ്മൾ ഷീറ്റ് ബ്ലൈറ്റിനൊക്കെ കൊടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഈ ഫംഗിസൈഡിൻ്റെ കൂടെ ഒരു ആൻറ്റിബയോട്ടിക് കൂടെ കൂട്ടി നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ബെറ്റർ റിസൾട്ടാണ് കിട്ടുന്നത്. ശരിക്കും ഷീറ്റ് ബ്ലൈറ്റിന് എപ്പോഴും ഒരു ആൻറ്റിബയോട്ടിക് കൂട്ടി കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്കിത് നമ്മൾ പറഞ്ഞ ബ്ലൈറ്റിന് അത്യാവശ്യം നല്ല റിസൾട്ടാണ്. നമുക്ക് നെല്ലിലൊക്കെ നമുക്ക് സ്റ്റെം ബ്ലാസ്റ്റിനൊക്കെ അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതൊരു സിസ്റ്റമിക് ഫംഗിസൈഡാണെന്ന് പറഞ്ഞു. ഇതൊരു കോറമൻഡൽ എന്ന് പറയുന്ന ബ്രാൻഡിലാണ്. ഇതിൻ്റെ ഏകദേശം ഡോസേജ് നമ്മൾ കാടമത്തിന് ഉപയോഗിക്കുമ്പോഴത്തേക്ക് 200 മില്ലി, നമ്മൾ 200 ലിറ്ററിന് 200 മില്ലി 1 ml per 1 ലിറ്ററാണ് വരുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ ഉപയോഗം. അപ്പോൾ നമ്മൾ പറഞ്ഞത് തട്ട പൊട്ടിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞത്. പിന്നെ നമുക്ക് ടെബുക്കോണസോൾ സോൾ ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫിസേറിയം പോലെയുള്ള ഫംഗൽ രോഗങ്ങൾക്ക് അത്യാവശ്യം നല്ല റിസൾട്ടാണ്. അതേപോലെ തന്നെ ഈ സമയത്ത് നമുക്ക് പൊതുവെ ഈ ഒരു ടൈമിൽ നമ്മുടെ വേരിന് ഭയങ്കര കരച്ചിലുണ്ടാകുന്നതായിട്ട് കണ്ടാകും. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ട്രെഞ്ച് ചെയ്ത് കൊടുക്കാനും കൂടെ കുറച്ച് സ്യൂട്ടബിൾ ആയിട്ടുള്ള നല്ലൊരു കോമ്പിനേഷനാണ് ഈ കെവിഗോ. നമ്മൾ ട്രെഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു 100 മില്ലി വെച്ച് ട്രെഞ്ച് ചെയ്ത് കൊടുത്താൽ പോലും നല്ല റിസൾട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സമയങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കോമ്പിനേഷനാണ്. സ്പ്രേയും ചെയ്യാം, ട്രെഞ്ചും ചെയ്യാം. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് പിന്നെ ഇത് കൂടാതെ നമുക്ക് ഇതിൻ്റെ ഒരു ലേബൽ ക്ലെയിമിൽ വരുന്ന രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ലീഫ് സ്പോട്ട് അല്ലെങ്കിൽ ചെന്താൾ എന്നൊക്കെ പറയുന്ന രോഗങ്ങൾക്കെല്ലാം നല്ലതാണ്. തുരുമ്പ് രോഗങ്ങൾ, ഇലയിൽ വരുന്ന യെല്ലോ ഷെയ്ഡ് വന്നിട്ട് ഒരു തുരുമ്പ് പോലെ വരുന്ന രോഗങ്ങൾക്കെല്ലാം നല്ല റിസൾട്ടാണ്. ഫിസേറിയത്തിന്, അതേപോലെ തട്ട പൊട്ടിക്കീറുന്നതിന്, ശരമെല്ലാം ഒന്ന് മുറിഞ്ഞ് ഡ്രൈ ആയിട്ടിരിക്കുന്ന അവസ്ഥയ്ക്ക്, അതേപോലെ തന്നെ ലീഫ് സ്പോട്ട്, ചെന്താൾ പോലുള്ള രോഗങ്ങൾക്കെല്ലാം നല്ലൊരു ഫംഗിസൈഡാണ്. അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനോട് ഒരു ആൻറ്റിബയോട്ടിക് കൂട്ടി നല്ലൊരു സ്പ്രെഡറും കൂടെ കൂട്ടി നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം. നല്ലൊരു റിസൾട്ടാണ്. ചെടി പെട്ടെന്ന് ഒരു പച്ച കളറിലോട്ട് വരുന്നത്. അതേപോലെ ശരത്തിന് നല്ലൊരു തെളിച്ചം കണ്ടുവരുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ ടെബു ഉപയോഗിക്കുമ്പോഴാണോ ആ ഒരു തെളിച്ചം നമുക്ക് കണ്ടില്ല. ഈ സൈപ്രോകോണസോൾ ഉള്ളതുകൊണ്ടായിരിക്കാം എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. നമുക്ക് കൃത്യം ടെക്നിക്കലി നമ്മളിത് ഉപയോഗിച്ച് നോക്കി ഇതിൻ്റെ റിസൾട്ട് പറയുന്നതിനപ്പുറം അതിൻ്റെ ആ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയണമെങ്കിൽ കുറച്ചും കൂടെ എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾ വേണം. അപ്പോൾ നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ചെടികൾക്ക് നല്ലൊരു പച്ച കളറായതിനൊപ്പം നമ്മുടെ ശരമെല്ലാം നല്ലപോലെ തെളിഞ്ഞു വരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. നമ്മൾ ആൻറ്റിബയോട്ടിക് കൂടി കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്ററാണ്. അതേപോലെ ഒരു സീവീഡും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള നല്ല റിസൾട്ടാണ്. പിന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് അത്യാവശ്യം എല്ലാ തരത്തിലുള്ള ഇൻസെക്ടിസൈഡുകളിലും കൂടെ നമുക്കിത് കോമ്പിനേഷൻ ആയിട്ട് ഉപയോഗിക്കാം. നമ്മളൊരു ഇൻസെക്ടിസൈഡ് സ്പ്രേ ചെയ്യുന്ന കൂട്ടത്തിൽ നമുക്കൊരു ഫംഗിസൈഡ് കൊടുക്കണം. കെവിഗോ നമുക്കൊരു 200 ml കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജുകൾ.
പിന്നെ ഇതിൻ്റെ ഒരു പ്രൈസ് നമുക്ക് ഒരു 2000 രൂപ റേഞ്ചിൽ വില വരുന്നതാണ്. ഒരു ലിറ്ററിന് 2000 രൂപ റേഞ്ച്. അതിൻ്റെ ഡോസേജ് 200 ml ആണ് വരുന്നത്. ഏകദേശം ഒരു ബാലൽ കോസ്റ്റ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. അത്യാവശ്യം നല്ല റിസൾട്ട് ഉള്ള ഒരു കോമ്പിനേഷനാണ്. ഇതൊക്കെയാണ് ഈ കോമ്പിനേഷനെ കുറിച്ച് പറയാനുള്ളത്. നമുക്ക് ഈ തട്ട പൊട്ടിക്കീറുന്ന പ്രശ്നം സ്ഥിരമായിട്ട് വരുന്ന തോട്ടങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനാണ്. അതേപോലെ സാരം ഒരു മുറിഞ്ഞ് പോളയെല്ലാം ഒട്ടി വികൃതമായിട്ട് വരുന്നവർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന കോമ്പിനേഷനാണ്. അത് ഉപയോഗിക്കുമ്പോൾ ഒരു നല്ല സീവീഡും അതേപോലെ ഒരു ആൻറ്റിബയോട്ടിക് ടാക്മൈസിനോ പ്ലാന്റമൈസിനോ ആയിരിക്കും ബെറ്റർ. അതും കൂടെ കൂട്ടി ഒരു സ്പ്രെഡറും കൂടെ ചേർത്ത് നല്ലപോലെ തളിച്ചു കൊടുക്കുകയാണെങ്കിൽ ഫംഗൽ ഡിസീസ്, ബാക്ടീരിയൽ ഡിസീസ്, അതേപോലെ നല്ലൊരു ഗ്രോത്ത് എല്ലാം ഒരേ സമയത്ത് നമുക്ക് കിട്ടുകയും ചെയ്യും. അതൊക്കെയാണ് നമുക്ക് ഈ കെവികോയെ കുറിച്ച് പറയാനുള്ളത്. അപ്പം എന്തായാലും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ ഈ ഒരു പ്രോഡക്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ ആരെയും കമ്പൽ ചെയ്യുന്നില്ല. നമുക്ക് അങ്ങനത്തെ പ്രശ്നം ഉള്ളവർ ഇതൊന്ന് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മളെപ്പോഴും എല്ലാവരോടും പറയുന്ന പോലെ ഒരു വീഡിയോ, ഇതിൻ്റെ ഒരു പ്രൊഡക്റ്റിൻ്റെ വീഡിയോ കണ്ട് പറമ്പ് മൊത്തം മേടിച്ചടിക്കുന്നതിന് മുമ്പ് 1 ലിറ്റർ മേടിച്ച് ട്രൈ ചെയ്ത് നോക്കുക. അല്ല 6 ലിറ്റർ മേടിച്ച് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് ഉള്ളവർ ഇത് ട്രൈ ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഫംഗിസൈഡിനെ കുറിച്ചുള്ളതെല്ലാം നോക്കി. നമ്മൾ അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മളിപ്പോൾ ട്രയൽ ചെയ്ത് നോക്കാൻ പോകുന്ന പുതിയ മെറ്റീരിയൽസിനെ എന്ന് പരിചയപ്പെടുന്നതാണ്. അതിന് കാരണം എന്തൊക്കെ കുറേ പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തേക്കണം. ഇതൊരു പുതിയ നെമറ്റിസൈഡ് ആണ്. ഈസെഡ് നെമറ്റിസൈഡ് എന്ന് പറഞ്ഞാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ഒരു 3000 തൊട്ട് 3500 രൂപ വരെ വില വരുന്നൊരു പ്രോഡക്റ്റാണ്. ഇത് ട്രയൽ ചെയ്തിട്ടില്ല, ഇതൊരു ഓപ്പൺ പോലും ചെയ്തിട്ടില്ല. ഇതിൻ്റെ കൂടെ ഒരു pH ബാലൻസറും കൂടെ ഉണ്ട്. സിൻഡിക്കേറ്റ് ആഗ്രോ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു പ്രോഡക്റ്റ് ആണ്. എന്തായാലും ട്രയൽ ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആണെങ്കിൽ അതിൻ്റെ വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും. അതേപോലെ തന്നെ കോർട്ടിവ എന്ന് പറയുന്ന ബ്രാൻഡ്, ഇന്റർനാഷണൽ ബ്രാൻഡിന്റെ ഒരു പുതിയ നമ്മുടെ ഫെർട്ടിലൈസർ പുറത്ത് വന്നിട്ടുണ്ട്. ഇത് മാർക്കറ്റിലായി വരുന്നേ ഉള്ളൂ. ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ 5-5-45 എന്ന് പറയുന്ന കോമ്പിനേഷനാണ്. ശരിക്കും ഈൽഡിനെ ബൂസ്റ്റ് ചെയ്ത് സീസൺ ടൈമിൽ കൊടുക്കാനായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അത് നമ്മൾ ട്രയൽ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. അതിൻ്റെ റിസൾട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ പുറകെ. അതേപോലെ തന്നെ കാൽസ്യം സെറ്റ് എന്ന് പറയുന്ന പേരിൽ കാൽസ്യം 11% ഓക്സൈഡ് ഫോമിലുള്ള കാൽസ്യം വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 800 മില്ലി പാക്കിംഗ് ആണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റമാണ്. നല്ല റിസൾട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കോർട്ടിവയുടെ ആയതുകൊണ്ട് തന്നെ. അതേപോലെ തന്നെ കോർട്ടിവയുടെ ഒരു പുതിയ പ്രോഡക്റ്റാണ് ഷുഗർ മൂവർ എന്ന് പറഞ്ഞ പേരിൽ. ശരിക്കും ഷുഗർ മൂവർ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് ചോദിച്ചാൽ ബോറോൺ ആണ്. ബോറോൺ 10% ആണ് വന്നിരിക്കുക. ഈ ഒരു പേരിൽ വരാൻ കാരണം എന്ന് വെച്ചാൽ NPK ഫുള്ള് മൂവ് ചെയ്യാനായിട്ട് ബോറോൺ ചെടിക്ക് കിട്ടുന്നതിനൊപ്പം NPKയുടെ ഒരു സ്റ്റിമുലേഷൻ നടക്കുന്ന ഒരു കോമ്പിനേഷനാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നിരിക്കുന്നത്. ആ ഒരു പ്രോഡക്റ്റ് ഇത് പുതിയത്. അടുത്ത് നമ്മൾ ഫെർട്ടിലൈസർ നോക്കുമ്പോഴത്തേക്ക് ഗ്രോ ലീഫ് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ 20-20 എന്ന് പറഞ്ഞാൽ ഒരു HD ഫോളിയർ ആണ്. അത് നമ്മൾ ട്രയൽ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് പറയാം. നമ്മൾ ഇതിൻ്റെ വേറൊരു കോമ്പിനേഷൻ ട്രയൽ ചെയ്ത് നോക്കിയിരുന്നു. അത്യാവശ്യം നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫിനോസൻ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ സിങ്ക് 35%. ഇത് നമ്മളിപ്പോൾ ട്രയൽ ചെയ്തിട്ടുണ്ട്. ഏകദേശം അത്യാവശ്യം നല്ലൊരു റിസൾട്ട് ആയിട്ടുണ്ട്. അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് ഒരു ഷോർട്സിലൂടെ. പിന്നെ നമ്മൾ എടുത്തിരുന്ന ഒരു റെയർ പ്രോഡക്റ്റ് ആണ് കാൽസ്യം പ്ലസ് സീവീഡ് വരുന്ന ഒരു കാൽസ്യം ഓക്സൈഡ് ഫോമിൽ വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഇത് നമ്മൾ ട്രയൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ നമ്മൾ ട്രയൽ ചെയ്യുന്ന വേറൊരു പ്രോഡക്റ്റ് ആണ് ഫ്രൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. 18, 11, 59 ശരിക്കും കായ് സെറ്റിങ്സിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ്. കുറച്ചും കൂടെ മഴക്കാലത്തിനേക്കാളും നല്ലത് വേനൽക്കാലത്ത് കൊടുക്കാനാണ്. 18% നൈട്രജൻ ഉള്ളതുകൊണ്ട് തന്നെ ഇത് 2 മൈക്രോൺ താഴെ പാർട്ടിക്കിൾ സൈസ് ഉള്ള ഒരു ലിക്വിഡ് ആയിട്ടുള്ള, അതായത് ജെല്ലി ഫോമിലുള്ള ഒരു NPK ആണ്. ഇതിനകത്ത് മൈക്രോ ന്യൂട്രിയൻസ്, കംപ്രസ്ഡ് ആയിട്ടുള്ള ബയോസ്റ്റിമുലന്റുകൾ, NPK എല്ലാം കൂടെ ചേർന്ന് വരുന്ന അസാധ്യ കോമ്പിനേഷനാണ്. ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ട്രയൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റ്. ഇത് കൂടാതെ നമ്മൾ നമ്മുടെ K+Sന്റെ ഫോളിയർ ഗ്രേഡ് ആയിട്ട് വരുന്ന ഒരു മഗ്നീഷ്യം സൾഫേറ്റ് ആണ്. സാധാരണഗതിയിൽ ഫോളിയർ ഗ്രേഡ് വരുന്ന മഗ്നീഷ്യം നൈട്രേറ്റ് ആണ്. എന്നാൽ K+ എന്ന് പറയുന്ന ജർമ്മൻ ബ്രാൻഡിന്റെ മഗ്നീഷ്യം സൾഫേറ്റ് നമുക്ക് ഫോളിയർ ഗ്രേഡിലുണ്ട്. എപ്സോട്ടോപ്പ് എന്ന് പറഞ്ഞ പേരിൽ. അതിൻ്റെ കൂടെ ട്രയൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ഫോട്ടോ ഒക്കെ നമ്മൾ ഇട്ടേക്കാം. ഇതൊക്കെയാണ് നമ്മൾ ഇതിന് അടുത്ത വീഡിയോകളിൽ വരാൻ പോകുന്ന പ്രോഡക്റ്റ്. നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വലിയ ലെങ്തി അല്ലാത്തൊരു വീഡിയോ ആയതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ കൂടി ഈ പുതിയ ട്രയൽ ചെയ്യുന്ന മെറ്റീരിയലൊക്കെ പരിചയപ്പെടുത്തുക. ഇതൊക്കെ പറഞ്ഞാൽ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ കാണുന്നവർ എല്ലാവർക്കും നന്ദി.